സോറി, ഞാൻ കരുതി ആരുമില്ലെന്ന്. സാരമില്ല സച്ചേട്ടാ, ഞാൻ ഡോറ് കുറ്റിയിടാൻ മറന്നുപോയതാ. ഞാൻ റെഡിയായി. എവിടെങ്കിലും യാത്ര പോകുന്നുണ്ടോ? ആ. എവിടേക്കാ? കോളേജിലേക്ക്. കോളേജിലേക്കാ? അതെ. സച്ചേട്ടൻ വരുന്നോ? ഏത് കോളേജിലേക്ക്? സ്നേഹയുടെ കോളേജിലേക്ക്. ഇന്ന് അവളുടെ കോളേജില് എന്തോ പരിപാടി ഉണ്ടെന്ന്. അതിന് പേരൻസ് ആരെങ്കിലും ചെല്ലണോന്ന്. സാധാരണ അവന്തികടത്തെ അവളുടെ കൂടെ പോവാറ്. അതെ, എടുത്തേക്ക് തിരക്കാന്ന് പറഞ്ഞു. നിങ്ങളാരും അവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതി അവൾ പറഞ്ഞു. വല്ലാതെ സങ്കടപ്പെട്ടു, പാവം. മനഃപൂർവ്വമല്ല, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. ഇന്നാണെങ്കിൽ ഞാനും നല്ല തിരക്കില്ല. ഞാനിപ്പോൾ തന്നെ ഇറങ്ങും. ഇന്ന് 1-2 സൈറ്റ് വിസിറ്റ് ഉണ്ട്. എന്തായാലും താൻ പോവാൻ തീരുമാനിച്ചത് നന്നായി. എനിക്കവിടെ ചെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, ആരെങ്കിലും ഒരാൾ ചെന്നാ മതി. വേറെ ഒരാളായിട്ടല്ല, ഞാൻ അവളുടെ ഏട്ടത്തിയായിട്ടാ പോകുന്നത്. ഏട്ടന്റെ ഭാര്യയായിട്ട്. പക്ഷേ അങ്ങനെയല്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അല്ലേ അറിയൂ. ഏട്ടത്തി എന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് ആ സ്ഥാനം പിടിച്ചെടുക്കാനൊന്നും ഞാൻ വരില്ല സച്ചേട്ടാ. ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചതേ ഇല്ല. എന്തിനാ വെറുതെ വേണ്ടാത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നേ? വേണ്ടാത്ത അർത്ഥങ്ങളാണോ സച്ചേട്ടാ? പകല് പോലെ സത്യല്ലേ? സച്ചേട്ടനത് വേണ്ടാത്ത അർത്ഥങ്ങളായി തോന്നുന്നത് സച്ചേട്ടന്റെ മനസ്സിൽ ഭാര്യ എന്ന സ്ഥാനത്ത് ഞാൻ ഇല്ലാത്തോണ്ടല്ലേ? ഞാൻ പറഞ്ഞത് സച്ചേട്ടന് വിഷമമായോ? എന്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയാനാ? സച്ചേട്ടനോടല്ലാതെ. എന്റെ ജീവിതം എങ്ങനെയാണെന്ന് മറ്റാരേക്കാളും അറിയാവുന്ന ആള് സച്ചേട്ടനല്ലേ? ഞാൻ ഇറങ്ങട്ടെ. എന്താ സച്ചേട്ടാ? എനിക്ക് മനസ്സിലായില്ല. തൊട്ടത് നേരെയല്ലായിരുന്നു, ഇപ്പോഴാ ശരിയായത്.
അർച്ചന, ഒരു സെക്കൻഡേ. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് അതല്ല. ഇത് കയ്യിൽ വെച്ചോ. അയ്യോ വേണ്ട സച്ചേട്ടാ, പൈസയുടെ ആവശ്യമില്ലല്ലോ. അല്ല, എന്തെങ്കിലും എമർജൻസി വന്നാലോ? ഏയ്, ഇവിടുത്തെ കാറിൽ പോയി അതേ കാറിൽ തിരിച്ചു വരുന്നു. പിന്നെന്താ ചെലവുള്ളത്? ഇതാരാ ഇത്? തിരുവാങ്കോട്ട് കോലത്ത് തമ്പുരാട്ടിയോ? എന്താ ഞാനിപ്പോ പറയാ? ഓ, ഞാനിന്ന് പൊളിക്ക് വെട്ടി. മതി മതി, അധികം പുകഴ്ത്തണ്ട. ഇല്ല, ആരും കണ്ണു വയ്ക്കാണ്ടിരുന്നാ മതി. ഇത് ചിലർക്കുള്ള മധുര പ്രതികാരം ഏട്ടത്തി. ഇന്ന് എന്റെ ദിവസം ഏട്ടത്തി. ഇന്ന് എന്റെ കൂടെ ഏട്ടത്തി വരുമെന്ന് യാതൊരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അതിന് വഴിതെളിച്ചതേ ചിലരുടെയൊക്കെ കുത്തുവാക്കുകളാ. മോളെ, എന്തിനോരോന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ പിണങ്ങുന്നേ? പറയണെടുത്തി, എന്റെ കൂടെ ഒന്ന് കോളേജ് വരെ വരുമെന്ന് ചോദിച്ചപ്പോ എന്റെ സ്വന്തക്കാരെ വിളിച്ച് പോവാനാ ഇവിടെ ചിലര് പറഞ്ഞത്. കണ്ടോ, ഇതാണ് എന്റെ സ്വന്തം, എന്റെ ഏട്ടത്തി, എന്റെ സച്ചേട്ടന്റെ ഭാര്യ. അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട, കണ്ണു തുറന്നെന്ന് കണ്ടാ മതി. നിങ്ങളാരും വരാതെ ഞാനിവിടെ കരഞ്ഞു കണ്ണീരൊലിപ്പിച്ച് നിൽക്കോന്നല്ലേ കരുതിയത്? എനിക്ക് അമ്മയില്ലാത്തന്റെ കുറവേ എന്റെ ഈ ഏട്ടത്തെ തീർത്തു തന്നു. നീ ഇപ്പൊ നിന്റെ ഏട്ടത്തിയെ കെട്ടിയൊരുക്കി കോളേജിൽ കൊണ്ടുപോയിട്ട് എന്ത് സാധിക്കാന്? ആൾക്കാരോട് പെരുമാറാൻ അറിയൂ? ഇനി എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? അതപ്പോഴല്ലേ, അന്നേരം ഞങ്ങൾ നോക്കിക്കോളാം. അർച്ചനയുടെ ബുദ്ധിയെ പറ്റിയും സാമർത്ഥ്യത്തെ പറ്റിയൊന്നും ഞാനധികം വിവരിക്കണ്ടല്ലോ. മോളെ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? വാ നമുക്ക് പോവാം. ചെല്ല് ചെല്ല്, PTA ലക്ഷങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, വാരി വലിച്ച് തിന്നിട്ട് വരാം. അതെങ്കിലും നടക്കട്ടെ. അങ്ങനെയൊന്നും പറയല്ല അനഘേ. നിങ്ങളാരും ഇവളുടെ കൂടെ പോകാൻ തയ്യാറാവാത്തോണ്ടാ ഞാൻ പോകുന്നേ. എന്റെ ഏട്ടത്തി, ഇത് അസൂയ മൂത്ത് പറയുന്നതാ. ഇവള് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഏട്ടത്തി എന്റെ കൂടെ വരൂന്ന്. അതും ഇത്ര സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിട്ട്. വാ ഏട്ടത്തി. എന്റെ ഫ്രണ്ട്സൊക്കെ ആകെ ത്രില്ലടിച്ചു പോയി ഏട്ടത്തിയെ കണ്ടപ്പോ. ഞാൻ ഏട്ടത്തിയെ പറ്റി അങ്ങനൊരു ബിൽഡപ്പ് അല്ലേ പറഞ്ഞിരിക്കുന്നേ? അതൊക്കെ അവന്തികടത്തെ പറ്റിയായിരുന്നു. ഞാൻ ഏട്ടത് തിരുത്താനും പോയില്ല. കോളേജിന്റെ ഗേറ്റിലെത്തിയപ്പോഴേ എന്റെ നെഞ്ച് പടപെടാന്നിടിക്കാൻ തുടങ്ങിയതാ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്തു വലിയ കോളേജാ എന്റെ അമ്മോ. നിന്റെ ഭാഗ്യം മോളെ ഇങ്ങനൊരു കോളേജിൽ പഠിക്കാൻ പറ്റിയത്. ഏട്ടത്തിക്ക് നല്ല ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടല്ലോ. ഇനിയും പഠിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? ഞാൻ സച്ചേട്ടനോട് പറയാം. അയ്യോ, അതൊന്നും വേണ്ട മോളെ. അതെന്താ? എനിക്ക് ഈ പഠിപ്പൊക്കെ മതി. ഇനിയുള്ള പഠിപ്പൊക്കെ പിന്നെ 2-3 പിള്ളേരെയും പ്രസവിച്ച് അവരെ നോക്കി വീട്ടിലിരിക്കാനാണോ ഭാവം? ഏട്ടത്തിയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല ഏട്ടത്തി. ആഹാ,
സച്ചേട്ടൻ എത്തിയല്ലോ. സച്ചേട്ടാ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഏട്ടന്റെ അർച്ചനയെടുത്തി വിളിക്കുന്നു. ഞാൻ വിളിക്കുന്നൊക്കെ എന്തിനാ പറഞ്ഞേ? എന്നാലും സച്ചേട്ടൻ വരൂ. എന്റെ സച്ചേട്ടാ, ഉടനെ തന്നെ ഒരു മന്ത്രത്തകട് ജപിച്ച് ഏട്ടത്തിക്ക് കെട്ടണം. ഇന്ന് കോളേജിലുണ്ടായിരുന്ന സകലരുടെയും കണ്ണ് ഏട്ടത്തിയുടെ മേലായിരുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു ഏട്ടത്തിക്ക് ഇത്ര ക്ഷീണം പോലെ. അല്ല ഏട്ടത്തി? അത്രയ്ക്ക് കളിയാക്കണ്ട. ഇനി ഏട്ടത്തിയെ ഞാൻ സ്ഥിരമായിട്ടങ്ങ് ഫിക്സ് ചെയ്ത് സച്ചേട്ടാ. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. നീ ഭയങ്കര സൂത്രക്കാരിയാടി. എന്ത് കാര്യം? കേട്ടോ ഏട്ടത്തി, ഇവിടെ കോളേജിൽ ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ ഏട്ടത്തെ കൂട്ടിക്കൊണ്ട് പോയാൽ ആ കണക്കിൽ ഇവിടെ ആൾക്കാരെ ശ്രദ്ധിക്കുമല്ലോ. അതല്ലേ നിന്റെ അളവ്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒന്ന് കൂട്ടിക്കോ. ഫംഗ്ഷനിൽ എന്തെങ്കിലും ക്രിയേറ്റീവായ ചർച്ച ഉണ്ടായോ? അതോ എപ്പോഴത്തെയും പോലെ തീറ്റയും കൂടി മാത്രമേ ഉണ്ടായുള്ളൂ? അടുത്ത മീറ്റിങ്ങിന് നീ ഏട്ടനെ ഏട്ടത്തെയും കൂട്ടിക്കോ. അപ്പൊ ഏട്ടന്റെ സംശയം തീരുമല്ലോ. സച്ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഏട്ടത്തെ കുറിച്ചാ. ഏട്ടത്തിക്ക് ഇനി പഠിക്കണമെന്നുണ്ട്. ഇല്ല സച്ചേട്ടാ, ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല. സ്നേഹ വെറുതെ എന്നെ കളിയാക്കുന്നതാ. ആഹാ, അപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്ത് കാര്യം? സച്ചേട്ടന്റെ 2-3 പിള്ളേരെ നോക്കി വീട്ടിയിരുന്നോളാന്ന്. ഉറപ്പായി ഞങ്ങൾ എത്തും സ്വാമി. അതിനെന്താ സംശയം? ഞാൻ ഒത്തിരി നാളായി കാത്തിരിക്കുമല്ലേ. ഊവ്, എല്ലാം ഞാൻ ഏർപ്പാടായിക്കോളാം. ആരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാലോ. ശരി, ആയിക്കോട്ടെ. സച്ചി, സന്ദീപേ. ആരാച്ച വിളിച്ചത്? അത് വൈകുണ്ഠേശ്വര സ്വാമിജിയുടെ ശിഷ്യനാ. സ്വാമിജി ആശ്രമത്തിൽ നിന്ന് ഇന്ന് വൈകിട്ടെത്തുമെന്ന്. ആദ്യ ദർശനം നമുക്കാണെന്നും അതും നാളെ തന്നെ. മഹാഭാഗ്യം. നമുക്ക് നല്ല കാലമാണെന്ന് ഉറപ്പിക്കാം അവന്തികെ. അല്ലെങ്കിൽ നമ്മളെ തന്നെ ആദ്യം കാണണമെന്ന് സ്വാമിജിക്ക് തോന്നില്ലല്ലോ. നമ്മളെക്കാൾ എത്രയോ വലിയവർ സ്വാമിജിക്ക് ഭക്തരായിട്ടുണ്ട്. ആശ്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുറെ ചടങ്ങുകളില്ലേ അച്ഛാ? തീർച്ചയായും. അതൊക്കെ നിങ്ങൾക്കറിയാവുന്നല്ലേ. അവന്തിക മുമ്പ് പോയപ്പോ നിങ്ങളെല്ലാം ചെയ്തതല്ലേ. ആ സച്ചി, നാളെ നമുക്കൊരു യാത്രയുണ്ട്. കുടുംബസമേതം വൈകുണ്ഠപുരിയിലേക്ക് സ്വാമിജിയെ കാണാൻ. ആരും തന്നെ വേറെ യാതൊരു പരിപാടി ഏക്കരുത്. ആ, മോൾക്കൊന്നും മനസ്സിലായില്ലല്ലേ? ഒക്കെ വഴിയെ മനസ്സിലാവും. നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു അത്ഭുത സിദ്ധനെയാണ്. പറഞ്ഞാൽ പറഞ്ഞ പോലെ ഫലിക്കുന്ന സിദ്ധൻ. അച്ഛാ, പെട്ടെന്നിങ്ങനെ യാത്ര എന്നൊക്കെ പറയുമ്പോ ഞാൻ നാളത്തേക്ക് വേണ്ടി പല മീറ്റിങ്ങുകളും. ഇതിലും വലുതല്ല സച്ചി മീറ്റിംഗ്. ഇത്തരത്തിൽ മീറ്റിങ്ങുകൾ കൂടുന്നതിന് ഒരു കമ്പനി ഉണ്ടാകാൻ തന്നെ കാരണക്കാരൻ സ്വാമിജിയാണ്. അത് മറക്കണ്ട. അല്ലച്ചാ, സച്ചി ഉദ്ദേശിച്ചത് ഇനിയൊരിക്കൽ അവന്തിക്ക് സ്വാമിജിയെ കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നമുക്ക് പോവാം. അച്ഛാ, എനിക്ക് നാളെ സീരീസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. സന്ദീപേ, നിനക്ക് വല്ല സൗകര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എനിക്കതായാലും പറ്റില്ല അച്ഛാ. കുറെ നാളത്തെ റിക്വസ്റ്റിന് ശേഷം നാളെയാണ് ജിയോളജി വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ സൈറ്റ് നോക്കാൻ വരുന്നത്. എനിക്കവിടെ പോയേ പറ്റൂ.
മുൻകൂട്ടി തീരുമാനിച്ചൊന്നും അത്ര പെട്ടെന്ന് മാറ്റാനും ഒഴിവാക്കാനും കഴിയില്ലല്ലോ അച്ഛാ. സ്നേഹയും സന്ദീപിനെ ഒഴിവാക്കി നമുക്ക് പോവാ അച്ഛാ. ആരൊക്കെ വന്നില്ലെങ്കിലും സച്ചി അർച്ചനയും വരണം. നിങ്ങളുടെ കല്യാണത്തിനോ സ്വാമിജിക്ക് വരാൻ കഴിഞ്ഞില്ല. ആ, സ്വാമിജിയുടെ അനുഗ്രഹം വാങ്ങിക്കണം. അതിനു വേണ്ട ഏർപ്പാടൊക്കെ സച്ചി നോക്കിക്കൊള്ളണം. ഇനി അതും ചെയ്യാൻ മടിയാണെങ്കിൽ പറഞ്ഞാൽ മതി. അത്രയൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. ഇതാണ് വൈകുണ്ഠേശ്വരം. വരൂ മോളെ, സ്വാമിജിയെ കാണാം. ചേച്ചി വരുന്നില്ലേ? ചേച്ചി പറഞ്ഞതുപോലെ ഈ വൈകുണ്ഠേശ്വര സ്വാമി നമ്മുടെയൊക്കെ മനസ്സ് വായിച്ചെടുക്കുമെന്ന് പറഞ്ഞത് സത്യമാണോ? മനസ്സ് വായിച്ചെടുക്കുന്നു മാത്രമല്ല, ആ ദിവ്യന്റെ പ്രവചനവും ഒരിക്കലും തെറ്റാറില്ല. വൈകുണ്ഠേശ്വര സ്വാമിയെ സൂക്ഷിക്കണം. ഇതാണ് മോളെ വൈകുണ്ഠേശ്വര സ്വാമികൾ. നമസ്കാരം സ്വാമിജി. നമസ്കാരം. ആയുരാരോഗ്യ സൗഖ്യം ഭവന്തു. ദീർഘസുമംഗലീ ഭവ. ചേച്ചി എന്താ മാറി നിന്നത്? ഏയ് ഒന്നുമില്ല. നീ എന്താ സ്വാമിജിയുടെ അനുഗ്രഹം മേടിക്കാത്ത? ഓ, വേറെ പണിയില്ല. ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. സച്ചിയുടെ കല്യാണം പോലും നടക്കുമെന്ന് കരുതിയില്ല സ്വാമിജി. ഒക്കെ ഭംഗിയായി നടന്നു. അല്ല,
ഭഗവാൻ നടത്തി. കാലവും കർമ്മവും തീരുമാനിക്കപ്പെട്ടതാണ് മിത്രമേ, അത് മാറില്ല. അറിയാം സ്വാമിജി, പക്ഷെ മനുഷ്യന്റെ ആഗ്രഹത്തിന് അതിരില്ലല്ലോ. ഇനി ഒരേ ഒരു ആഗ്രഹം കൂടിയുള്ളൂ, ഒരു പേരക്കുട്ടി വേണം. അതിന് സ്വാമിജി സച്ചിയെയും അർച്ചനയും അനുഗ്രഹിക്കണം.